ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒഡീഷയിൽ ബി.ജെ.പി സഖ്യത്തിന് ധാരണയായി. ബി.ജെ.ഡി 13 സീറ്റിലും ബി.ജെ.പി 10 സീറ്റിലും മത്സരിക്കാനാണ് സാധ്യത. 15 വർഷം മുൻപാണ് ബി.ജെ.പിയുടെ ഭാഗമായ മുന്നണി വിട്ടത്. സഖ്യം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിലും ബി.ജെ.ഡി വൈസ് പ്രസിഡന്റും എം.എൽ.എയുമായ ദേവിപ്രസാദ് മിശ്ര ചർച്ചയുടെ കാര്യം സ്ഥിരീകരിച്ചിരുന്നു. ഇന്നലെ ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ ഔദ്യോഗിക വസതിയായ നവീൻ നിവാസിൽ ഇത് സംബന്ധിച്ച് വിപുലമായ യോഗം ചേർന്നിരുന്നു. നവീൻ പട്നായിക് ബി.ജെ.ഡി നേതാക്കളുമായും ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ സംസ്ഥാനത്തെ ബി.ജെ.പി നേതാക്കളുമായും സഖ്യം സംബന്ധിച്ച ചർച്ചകൾ നടത്തി. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ മൻമോഹൻ സമരന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന കോർ കമ്മിറ്റി അംഗങ്ങൾ ഡൽഹിയിലെത്തിയാണ് നഡ്ഡയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഒഡീഷയിലെ ജനങ്ങളുടെ താൽപര്യത്തിനായി ബി.ജെ.ഡി വേണ്ടതെല്ലാം ചെയ്യുമെന്നും നേതൃയോഗത്തിനു ശേഷം ബി.ജെ.ഡി പ്രസ്താവനയിറക്കി. ബി.ജെ.ഡി 13 സീറ്റിലും ബി.ജെ.പി 8 സീറ്റിലും മത്സരിക്കാനാണ് സാധ്യത. അതേസമയം നിയമസഭയിൽ 55 സീറ്റുകളാണ് ബി.ജെ.പി ആവശ്യപ്പെട്ടതെന്നും സൂചനയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒഡീഷ സന്ദർശിച്ചതിന് പിന്നാലെയാണ് ബി.ജെ.പി സഖ്യം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ശക്തമായത്. 147 നിയമസഭാ സീറ്റുകളും 21 ലോക്സഭാ സീറ്റുകളുമാണ് ഒഡീഷയിലുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പമാണ് ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്നത്. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.